തുലാപ്പള്ളി കിസുമം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം പുനർജനി പദ്ധതി ആരംഭിക്കുന്നു. സിവിൽ സർവീസ് പഠന ക്ലാസ് മുതൽ ഫോട്ടോഗ്രാഫി പരിശീലനം വരെ വ്യത്യസ്തങ്ങളായ പാഠ്യേതര വിഷയങ്ങളിലും സ്കൂൾ പരിശീലനം നൽകിവരുന്നു. സിവിൽ സർവീസ് പഠന ക്ലാസ് മുതൽ ഫോട്ടോഗ്രാഫി പരിശീലനം വരെ വ്യത്യസ്തങ്ങളായ പാഠ്യേതര വിഷയങ്ങളുമായി കിസുമം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം പുനർജനി പദ്ധതി ആരംഭിക്കുന്നു. ജൂൺ 1 ആരംഭിക്കുന്ന സിവിൽ സർവീസ് പഠന ക്ലാസ് കൊച്ചി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ ഉദ്ഘാടനം ചെയ്യും. യോഗ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ബാഡ്മിന്റൺ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകും. കിസിമ സ്കൂളിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പുതുതായി തയ്യാറാക്കിയ പദ്ധതിയാണ് പുനർജനി പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അധ്യാപകരും PTA അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും നിരന്തരം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ LP വിഭാഗം സ്കൂൾ കെട്ടിടം ഭംഗിയായി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നടനും എഴുത്തുകാരനും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാറാണ് സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മുടെ LP കെട്ടിടം നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ നമ്മളുടെ നാട്ടിലെ തന്നെ പ്രവാസി വ്യവസായിയും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ എബ്രഹാം സാറ് വളരെ സന്തോഷത്തോടെ ആ പദ്ധതി ഏറ്റെടുക്കുകയും ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ ചെലവാക്കി LP കെട്ടിടം നവീകരിക്കുകയും ചെയ്തു. വിവിധ പദ്ധതികൾ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് ഒരു കലണ്ടർ ഈ പ്രാവശ്യം അച്ചടിച്ചിരുന്നു. കിസുമം കാഴ്ച എന്ന പേരിൽ കുഞ്ഞുങ്ങൾക്ക് എഴുതി തെളിയാൻ വേണ്ടിയിട്ട് ഒരു മാസപത്രം ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. GHSS കിസുമം ന്യൂസ് എന്ന പേരിൽ ഒരു വീഡിയോ ന്യൂസ് ചാനൽ ഉണ്ട്. കുട്ടികൾക്ക് ദൃശ്യ ശ്രവ്യ മാധ്യമ രംഗങ്ങളിലെ ഓരോ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ഇവിടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. രക്ഷിതാക്കൾക്ക് ഇറച്ചിക്കോഴി വളർത്തലിൽ പരിശീലനം നൽകി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പദ്ധതിയും സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. LP സ്കൂൾ കെട്ടിടം നവീകരിക്കുക എന്നതായിരുന്നു പുനർജനി പദ്ധതിയുടെ ആദ്യ ദൌത്യം. ഇത്തവണ 1ാം ക്ലാസ്സിൽ പ്രവേശനം തേടിയ കുട്ടികളുടെ എണ്ണത്തിലും വർധനയുണ്ട്. +1 പരീക്ഷാ ഫലത്തിൽ ജില്ലയിലെ 81 സ്കൂളുകളിൽ 30ാം സ്ഥാനത്തേക്ക് ഉയരാനും സ്കൂളിന് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, എരുമേലി.